إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم اللهم بارك على محمد وعلى آل محمد كما باركت على آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة أيها الإخوان والأخوات أوصيكم عباد الله وإياي أولا بتقوى الله أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم فإذا اطمأننتم فأقيموا الصلاة إن الصلاة كانت على المؤمنين كتابا موقوتا ആദരണീയരായ മുസ്ലിം സഹോദരന്മാരെ സഹോദരിമാരെ, സർവശക്തനായ അള്ളാഹുവിൻ്റെ വിധി വിലക്കുകൾ ജീവിതത്തിലുടനീളം സൂക്ഷിച്ച് ജീവിക്കണേ എന്ന് ഓരോരുത്തരെയും ആദ്യമേ ഓർമ്മിപ്പിക്കുകയാണ്. അള്ളാഹു നമുക്ക് നിർബന്ധമാക്കിയ ആരാധനാ കർമ്മങ്ങളിൽ ഏറ്റവും പ്രാധാന്യമുള്ള ഒന്നാണ് നമസ്കാരം. നമസ്കാരം 5 നേരം സമയം നിർണയിച്ചുകൊണ്ട് കൃത്യമായി നിർവഹിക്കേണ്ട ഒരു ആരാധനയാണ്. അതിന് കൃത്യമായ സമയവും അല്ലാഹു നിശ്ചയിച്ചു തന്നിട്ടുണ്ട്. ആ സമയമനുസരിച്ചാണ് അത് നിർവഹിക്കേണ്ടത്. നമസ്കാരത്തെ സംബന്ധിച്ച് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു തരുന്ന ഒരു വാക്ക് അസ്സലാത്തു നൂറുൻ. നമസ്കാരം ഒരു പ്രകാശമാണ്. ഒരു മനുഷ്യനെ സംബന്ധിച്ച് കൃത്യമായി സമയനിഷ്ഠയോടുകൂടി ശരിയായ ഭയഭക്തിയോടുകൂടി നിർവഹിക്കുന്ന നമസ്കാരം നിർവഹിക്കുകയാണെങ്കിൽ അവൻ്റെ ജീവിതത്തിൽ അത് അവനൊരു പ്രകാശമായി മാറും. ജീവിതത്തിൽ മാത്രമല്ല, അവൻ്റെ ഖബർ ജീവിതത്തിലും നമസ്കാരം അവന് പ്രകാശം നൽകും. മരണാനന്തരം പരലോകത്തുള്ള ജീവിതത്തിലും അവന് പ്രകാശം നൽകും. ഈ 3 ഘട്ടങ്ങളിലും, മരിക്കുന്നത് വരെയുള്ള ജീവിതത്തിലും, മരണാനന്തരം ഖബർ ജീവിതത്തിലും, അതിനുശേഷം പുനരുത്ഥാനത്തിന് ശേഷമുള്ള പരലോക ജീവിതത്തിലും, 3 ഘട്ടത്തിലും മനുഷ്യന് പ്രകാശമായി മാറുന്ന ഒരാരാധനാ കർമ്മമാണ് നമസ്കാരം. റസൂൽ പറഞ്ഞത് അസ്വലാത്തു നൂറുൻ, നമസ്കാരം ഒരു പ്രകാശമാണ് എന്നാണ്. ആ പ്രകാശം പള്ളികളിൽ നിന്ന് നമ്മുടെ മനസ്സുകളിൽ കൊളുത്തിയെടുത്താൽ ആ പ്രകാശിക്കുന്ന കേന്ദ്രം പള്ളിയാണെന്ന് വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്. ആ പ്രകാശം നമ്മുടെ മനസ്സുകളിൽ, പള്ളികളിൽ നിന്ന് കൊളുത്തിയെടുത്താൽ ജീവിതത്തിൻ്റെ ഏത് മേഖലകളിലേക്ക് നമ്മൾ പോകുമ്പോഴും അവിടേക്ക് ഒരു പ്രകാശമായിട്ട് നമ്മുടെ നമസ്കാരം നമ്മൾക്കിങ്ങനെ വെളിച്ചം കാണിച്ചു തരുമെന്നാണ്.
നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്ന മറ്റൊരു വാക്യം കൂടി ശ്രദ്ധിക്കുക. അന്നമൻ ഹാഫള അലൈഹാ കാനത്ത് ലഹു നൂറൻ വ ബുർഹാന. നമസ്കാരം സമയനിഷ്ഠയോടുകൂടി ശരിയായ രൂപത്തിൽ നിർവഹിച്ചു പോവുകയാണെങ്കിൽ അത് അവനൊരു പ്രകാശമായി മാറും. വ ബുർഹാനൻ, അവനൊരു തെളിവായിട്ടും അത് മാറും. വ നജാത്തൻ യൗമൽ ഖിയാമ, ഖിയാമത്ത് നാളിൽ വിജയത്തിനുള്ള മാർഗമായിട്ടും അത് മാറും. പ്രകാശമാകും, അവന്റെ പരലോക ജീവിതത്തിൽ ഒരു തെളിവായിട്ട് അത് മാറും, വിജയമായിട്ടും നമസ്കാരം മാറും എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അത് നിർവഹിച്ചിട്ടില്ലെങ്കിലോ ലം തക്കുല്ലഹു നൂറുൻ വലാ ബുർഹാൻ വലാ നജാത്ത്, പ്രകാശവുമില്ല, തെളിവുമില്ല, വിജയവും കിട്ടില്ല. പിന്നെ എന്താവും അവൻ പരലോകത്ത് ഒരുമിച്ച് കൂട്ടുന്നത് ഫിർഔൻ, ഹാമാൻ, ഖാറൂൻ, ഉബയ്യ് ഇബ്നു ഖലഫ്. 4 വിഭാഗം ആളുകളെ പരിചയപ്പെടുത്തി. ഫിർഔൻ, ദുഷ്ടരായ ഭരണാധികാരികൾ, ഫിറോവിന്റെ കഥ നമ്മൾക്കറിയാം. ഹാമാൻ, അദ്ദേഹത്തിന്റെ കീഴിൽ നിന്നിരുന്ന മന്ത്രിപാദത്തിൽ നിന്നിരുന്ന ഒരാള്. പിന്നെ ഖാറൂൻ, വളരെ സമ്പന്നനായ ഒരാള്. പിന്നെ ഉബയ്യ് ഇബ്നു ഖലഫ്, കച്ചവടവും മറ്റുമായി നടന്നിരുന്ന വലിയൊരു ആൾക്കാർ. ഈ 4 പേരുകളെ എണ്ണിയിട്ട് റസൂല് പറയുന്നത് നമസ്കാരം ശരിയായി നിർവഹിക്കാത്ത മനുഷ്യന്മാർ പരലോകത്ത് വെളിച്ചമില്ലാതെ ഈ ആളുകളുടെ കൂടെയാണ് ഒരുമിച്ച് കൂട്ടുക എന്നതാണ്. അപ്പൊ നമസ്കാരം അത്ര പ്രാധാന്യമുള്ള ഒരു ഇബാദത്തായിട്ട് അള്ളാഹു റസൂലും പരിചയപ്പെടുത്തുന്നു. ഈ നമസ്കാരവുമായി ബന്ധപ്പെട്ട് നമ്മളുടെ ഇടയിൽ സംഭവിക്കുന്ന കുറെ അശ്രദ്ധകളുണ്ട്. അറിവില്ലായ്മ കൊണ്ട് സംഭവിക്കുന്നുണ്ട്, തെറ്റിദ്ധാരണ കൊണ്ട് സംഭവിക്കുന്നുണ്ട്, കീഴ്വഴക്കം എന്ന് നമ്മൾ പറയുന്ന പരമ്പരാഗതമായി ചെയ്തു വരുന്നതിന്റെ പേരിൽ സംഭവിക്കുന്ന കുറെ തെറ്റുകളുണ്ട്. ആ തെറ്റുകളൊക്കെ നമ്മൾ തിരുത്തി ശരിയായ രീതിയിൽ സ്വീകരിക്കുക, അതാണ് നമസ്കാരത്തിൽ ശ്രദ്ധിക്കുക എന്നതിൻ്റെ ഒരു ഭാഗം. അതിലൊന്നാണ് നമ്മളുടെ നമസ്കാര സമയത്തെ സംബന്ധിച്ചുള്ള ചില തെറ്റിദ്ധാരണ. നമ്മുടെ ഇടയിൽ പൊതുവെ നിലനിൽക്കുന്ന ചില തെറ്റിദ്ധാരണ. എല്ലാ നമസ്കാരങ്ങളുടെയും സമയം നമ്മൾക്കറിയാം. നമ്മൾ ഇന്ന് പഴയതുപോലെ റസൂലുള്ളാഹിന്റെ കാലത്ത് ഇതുപോലെയല്ല, നിഴല് നോക്കി സൂര്യന്റെ ചലനങ്ങൾ നോക്കി ഓരോരുത്തരും നിരീക്ഷിച്ച് മനസ്സിലാക്കുകയല്ല. കലണ്ടറും ക്ലോക്കും ഉപയോഗിച്ച്, വാച്ച് ഉപയോഗിച്ച് നമ്മൾ ടൈം മനസ്സിലാക്കുന്നത് വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കാൻ കഴിയും, ഒരു പ്രയാസമില്ല. പക്ഷെ 2 നമസ്കാരങ്ങളുടെ സമയം, മഗ്രിബിന്റെയും ഇശാഇന്റെയും സമയത്തെ സംബന്ധിച്ച് ചില തെറ്റിദ്ധാരണകൾ നമ്മളുടെ ഇടയിലുണ്ട്. അതിന്റെ ചില പ്രയാസങ്ങളും നമ്മൾ അനുഭവിക്കുന്നുണ്ട്. അതിലൊന്ന്, മഗ്രിബ് നമസ്കാരത്തിന്റെ സമയം നമ്മുടെ പല ആളുകളും ധരിച്ചു വെക്കുന്നത് മഗ്രിബിന് ബാങ്ക് വിളിച്ച് പിന്നെ ഉടനെ തന്നെ വളരെ പെട്ടെന്നാണ് നമ്മുടെ പള്ളിയിലൊക്കെ ബാങ്കിന് ശേഷം ഇഖാമത്ത് വിളിക്കുക. വളരെ കുറഞ്ഞ സമയം ഉണ്ടാവും. ഉടനെ തന്നെ ഇഖാമത്ത് വിളിച്ച് 3 റക്അത്ത് മഗ്രിബ് നമസ്കരിക്കുന്നു, പിന്നെ സൗകര്യപ്പെട്ട 2 റക്അത്ത് സുന്നത്ത് നമസ്കരിക്കുന്നു. അതോടുകൂടി അതിന്റെ സമയം കഴിഞ്ഞു പോകുമെന്നാണ് ആളുകളുടെ ധാരണ. അങ്ങനെ ധരിക്കുന്നതുകൊണ്ട് വളരെ നേരത്തെ നമസ്കരിക്കുന്നു. പക്ഷെ അതിന്റെ ഹദീസ് അനുസരിച്ച് പണ്ഡിതന്മാർ ഹദീസ് പറയുന്നത് മഗ്രിബിന്റെ സമയം, നമ്മൾ പറയുന്ന മഗ്രിബിന് ബാങ്ക് കൊടുത്ത മുതൽ നമുക്ക് പറയാം, അത് മുതൽ ഇശാന് ബാങ്ക് വിളിക്കുന്നത് വരെയും മഗ്രിബിന് സമയമുണ്ട്. ആ സമയത്തിന്റെ ഇടക്ക് നമ്മൾക്ക് സൗകര്യം പോലെ നന്നായിട്ട് നമസ്കരിക്കാൻ കഴിയും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇതിന് പറഞ്ഞു തന്ന ഒരു രൂപം നമ്മൾ പണ്ട് മദ്രസകളിൽ വെച്ച് പഠിക്കുന്നതാണ്. മഗ്രിബിന്റെ സമയം നമ്മൾ പഠിക്കാറുള്ളത് സൂര്യൻ അസ്തമിച്ച് അസ്തമയ ശോഭ, ചമന്ന ആ ശോഭ മായുന്നത് വരെയും മഗ്രിബിന് സമയമുണ്ട് എന്നാണ്. നമ്മൾ മദ്രസയിൽ വെച്ച് വളരെ പണ്ട് പഠിക്കുന്നതാണ്. ഇപ്പോഴും അത് തന്നെയാണ് പഠിപ്പിക്കുന്നത്. റസൂല് പഠിപ്പിച്ച രൂപം അതാണ്. അന്നത്തെ രീതിയാണ് ക്ലോക്ക് നോക്കിയിട്ടോ കലണ്ടർ നോക്കിയിട്ടോ അല്ല. ആ കാലത്തെ രീതി സൂര്യന്റെ ചലനം അനുസരിച്ചാണല്ലോ. ആ ചലനം അനുസരിച്ച് റസൂല് പറഞ്ഞു അസ്തമിച്ചത് മുതൽ അസ്തമയ ശോഭ മായുന്നത് വരെയും മഗ്രിബിന്റെ സമയമെന്നാണ്. അപ്പൊ അസ്തമയ ശോഭ മായുന്നത് എപ്പോഴാണ് നമ്മൾ നോക്കണം. ഇനി ഇശാഇന്റെ സമയം പറഞ്ഞിട്ട് അതോടുകൂടി അത് ക്ലിയർ ആവും. ഇശാഇന്റെ സമയത്തെ പറ്റി നമ്മൾ അതേപോലെ പഠിച്ചു വെച്ചിട്ടുണ്ട്. എന്താ പഠിച്ചത്? അസ്തമയ ശോഭ മാഞ്ഞത് മുതൽ ഇശാഇന്റെ സമയം തുടങ്ങുന്നു എന്നാണ്. അപ്പോൾ മഗ്രിബിന്റെ സമയം ഇശാ വരെ ഉണ്ട് എന്നാണ് അതിനർത്ഥം.
എല്ലാ പണ്ഡിതന്മാരും അത് പറയുന്നുണ്ട്. ചില പണ്ഡിതന്മാർ ഒറ്റപ്പെട്ട അഭിപ്രായങ്ങൾ പറഞ്ഞതാണ് മറ്റത്. അപ്പം സൂര്യൻ അസ്തമിച്ചത് മുതൽ ഇഷാ വരെയും മഗ്‌രിബിന് സമയമുണ്ട്. ഇഷായിന്റെ സമയം വരെയും മഗ്‌രിബിന് സമയമുണ്ട്. ആ തെറ്റിദ്ധാരണ തിരുത്താൻ വേണ്ടിയാണ് അത് പറയുന്നത്. ഇനി രണ്ടാമത്തെ ഭാഗം, ഇഷായിന്റെ സമയം. ഏതാണ് ഇഷായിന്റെ സമയം? പല ആളുകളും ധരിക്കുന്നത് ഇഷാ ബാങ്ക് വിളിച്ചത് മുതൽ സുബൈക്ക് ബാങ്ക് വിളിക്കുന്നത് വരെ അതിനിടക്ക് എപ്പോൾ നമസ്കരിച്ചാലും ഇഷാ കിട്ടും, ഇഷാവിന്റെ സമയമാണ്. അല്ല, തെറ്റാണത്. ഇഷാവിന്റെ സമയം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു തന്നിട്ടുള്ളത് വഖ്തുൽ ഇഷാ ഇലാ നിസ്ഫിൽ ലൈൽ. ഇമാം മുസ്ലിം രേഖപ്പെടുത്തിയ ഒരു ഹദീസാണ്. ഇഷാവിന്റെ സമയം അർദ്ധരാത്രി വരെയാണ് എന്നാണ്. അർദ്ധരാത്രിക്ക് മുമ്പ് ഇഷാ നമസ്കരിക്കണം. നമ്മുടെയൊക്കെ പല ആളുകളും വൈകി നമസ്കരിക്കാൻ സന്ദർഭവശാൽ അങ്ങനെ നമസ്കരിക്കേണ്ടി വരും. എന്നും വൈകി നമസ്കരിക്കുന്നവരും ഉണ്ടാവും. യാത്രയിലോ മറ്റൊക്കെ പെട്ടത് കാരണം നേരം വൈകി എത്തുന്നവരൊക്കെ ഉണ്ടാവും. ആ വൈകി എത്തുമ്പോൾ പലരും അർദ്ധരാത്രി കഴിഞ്ഞാലും ഇഷാവിന്റെ സമയമുണ്ട് എന്ന ധാരണയിൽ നമസ്കാരം അങ്ങോട്ട് നീട്ടി വെക്കാറുണ്ട്. അത് ശരിയല്ല. അർദ്ധരാത്രി വരെയാണ് നമസ്കാരത്തിന്റെ ഇഷാ നമസ്കാരത്തിന്റെ സമയം. തുടക്കം നമ്മൾ പറഞ്ഞു, ഈ അസ്തമയ ശോഭ മാഞ്ഞത് മുതൽ ഇഷാവിന്റെ സമയം തുടങ്ങും. അത് കഴിഞ്ഞാൽ പിന്നെ അർദ്ധരാത്രി വരെ ഇഷാവിന് സമയമുള്ളൂ. സുബഹി വരെ സമയമില്ല. ഈ തെറ്റിദ്ധാരണ തിരുത്തുന്ന നല്ലാണ്. ചില സന്ദർഭങ്ങളിലൊക്കെ നമ്മൾക്കത് ആവശ്യം വരും. ഈ അർദ്ധരാത്രി എന്നുള്ളത് നമ്മൾ അതിലൊരു തിരുത്ത് കൃത്യമായിട്ട് നടത്താൻ കഴിയും നോക്കുക. ആ അർദ്ധരാത്രി എന്നത് എന്നും 12 മണിയല്ല. എന്നും 12 മണിയല്ല. അർദ്ധരാത്രി അസ്തമയത്തിന്റെയും ഉദയത്തിന്റെയും ഇടയ്ക്കുള്ള പകുതി സമയമാണ്. അത് 11:30 ആകാം, 11:45 ആവാം, ഒക്കെ ആകാം. അപ്പൊ വല്ലാതെ വൈകാതെ ഇഷാ നമസ്കരിക്കുന്നതാണ് നല്ലത്. ആ സമയം അതിന്റെ അവസാനം വരെ പോകാം. പക്ഷെ അർദ്ധരാത്രി കഴിഞ്ഞാൽ ഇഷാന്റെ സമയം അവസാനിച്ചു. ഈ തെറ്റിദ്ധാരണ നമ്മൾ തിരുത്തണം. കാരണം ഇന്ന സ്വലാത്തനൽ മുഅ്മിനീന കിതാബൻ മൗഖൂത, തീർച്ചയായിട്ടും നമസ്കാരം വിശ്വാസികളുടെ മേൽ സമയം നിർണയിച്ച നിർബന്ധ കർമ്മമാണ് എന്നതാണ് റസൂല് പറഞ്ഞത്, വിശുദ്ധ ഖുർആൻ പറയുന്നത്. ഇനി മറ്റൊരു വിഷയം, നമ്മളൊക്കെ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളാണ്. ഈ നമസ്കാരത്തിന് നമ്മൾ ധരിക്കുന്ന വേഷവും വസ്ത്രവും ഒക്കെയായി ബന്ധപ്പെട്ട് ചില മര്യാദകൾ നമ്മൾ പാലിക്കേണ്ടതുണ്ട്. ഇതൊക്കെ അറിഞ്ഞുകൊണ്ട് തെറ്റിക്കുന്നവരും അറിയാതെ തെറ്റിക്കുന്നവരൊക്കെ ഉണ്ട്. നമസ്കാരം അള്ളാഹുവിന്റെ മുമ്പിൽ നമ്മൾ നിർവഹിക്കുന്ന ഒരു ആരാധനയാണ്. വജ്ജഹ്തു വജ്ഹിയ ലില്ലദീ ഫത്തറ സമാവാതി വൽ അർദ്, ആകാശഭൂമികൾ സൃഷ്ടിച്ചവന്റെ നേരെ ഞാൻ മുഖം തിരിഞ്ഞു നിൽക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് നമ്മൾ നമസ്കാരത്തിൽ സംസാരിക്കുന്ന അള്ളാഹുവിനോട്. അപ്പൊ ഖുർആൻ പറയുന്നത്, യാ ബനി ആദം, മനുഷ്യപുത്രന്മാരെ, ഖുദൂ സീനത്തക്കും ഇൻദ കുല്ലി മസ്ജിദിൻ, നിങ്ങൾ എല്ലാ പള്ളികളിലും ആരാധനാ സമയത്ത് നിങ്ങൾ നല്ല സുന്ദരമായ വസ്ത്രം അണിയുക, സീനത്തോടു കൂടി വസ്ത്രം അണിയണം എന്നാണ്. ഇത് ഖുർആൻ പറയുന്ന ഒരു കാര്യം. ആരാധനയ്ക്ക് വേണ്ടി വരുന്ന ആളുകൾ ഏറ്റവും ഭംഗിയുള്ള വൃത്തിയുള്ള നല്ല വസ്ത്രമാണ് അണിയേണ്ടത് എന്നാണ്. മറ്റു സ്ഥലങ്ങളിൽ പോകുന്നത് പോലെയല്ല, വളരെ വൃത്തിയും ഭംഗിയുമായിട്ടാണ് പള്ളിയിൽ വരേണ്ടത്. അത് ഏത് നമസ്കാരത്തിന് വരുമ്പോൾ, പള്ളിയിൽ വരുന്ന എല്ലാ നമസ്കാരത്തിനും പൊതുവെ നമസ്കാരത്തിനൊക്കെ ഈ മര്യാദകൾ പാലിക്കണമെന്നാണ്. നല്ല വസ്ത്രം ധരിക്കണമെന്നാണ്. എന്താ ഈ നല്ല വസ്ത്രം എന്ന് പറഞ്ഞാൽ? വൃത്തിയായിരിക്കണം, ആഭാസങ്ങളൊന്നും അതിൽ കൊത്തിവെക്കാൻ പാടില്ല, മാന്യമായിട്ട് വസ്ത്രം ധരിച്ച് പള്ളിയിൽ വരണമെന്നാണ്. ഈ ആരാധനകളെ സംബന്ധിച്ച് പഴയ കാലത്തും ഇപ്പോൾ തന്നെയും പല മതങ്ങളിലുമൊക്കെ നിലനിൽക്കുന്ന ഒരു അന്ധവിശ്വാസം, ആരാധന നിർവഹിക്കാൻ ഏറ്റവും മോടിയും ഭംഗിയും ഒന്നുമുള്ള വസ്ത്രം ധരിച്ച് ചെയ്തുകൂടാണ്. അത് മുഷിഞ്ഞതും അത്ര ആകർഷകമല്ലാത്തതുമൊക്കെ കാണിക്കുമ്പോഴാണ് ഭക്തി ഉണ്ടാകുന്നത്. അങ്ങനെയൊക്കെ ധരിക്കുമ്പോഴേ ഭക്തി ഉണ്ടാവൂ എന്നൊരു തെറ്റിദ്ധാരണ പല മതങ്ങളിലുമുണ്ട്. പക്ഷെ ഇസ്ലാം നേരെ തിരിച്ചാണ് പറയുന്നത്. അങ്ങനെ മോടിയില്ലാത്ത, ഭംഗിയില്ലാത്ത, വൃത്തിയില്ലാത്ത വസ്ത്രം ധരിക്കുന്നതിന്റെ പേരിൽ ഒരു ഭക്തിയും കൂടില്ല. അത് ഭക്തിയുടെ ലക്ഷണവുമല്ല. നല്ല വൃത്തിയായിട്ട് ഭംഗിയായിട്ട് നല്ല വസ്ത്രം തന്നെ ധരിച്ച് നമസ്കരിക്കണമെന്നാണ്. സഹാബികളോട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വെള്ളിയാഴ്ച പള്ളിയിൽ വരുന്നതിനെ കുറിച്ച് പറഞ്ഞു. വെള്ളിയാഴ്ച പള്ളിയിൽ അവർ വളരെ ദരിദ്രരായ ആളുകളാണ്.
നമ്മൾ പറയുന്ന രീതിയിൽ പറഞ്ഞാൽ ഉടുതുണിക്ക് മറുതുണി ഇല്ലാത്ത ആളുകൾ, അത്രയും ദരിദ്രരായിരുന്നു. ആ ആളുകൾ പള്ളിയിൽ വരുമ്പോൾ റസൂൽ അവരോട് ചോദിച്ചു, നിങ്ങൾക്ക് വെള്ളിയാഴ്ച ദിവസത്തേക്ക് മാത്രമായിട്ട് സാധാരണ നിങ്ങൾ തൊഴിലിന് പോകണം, മിഹിനത്ത് തൊഴിലിന് പോകുന്ന ആ വസ്ത്രമല്ലാതെ വേറെ 2 വസ്ത്രം വൃത്തിയുള്ളത് കരുതി വെച്ചുകൂടെ? അങ്ങനെ ചോദിച്ചത്. കരുതി വെക്കണമെന്ന് കൽപ്പിക്കാൻ റസൂൽ കഴിയുമായിരുന്നില്ല. അത്ര സാമ്പത്തിക ശേഷിയും സൗകര്യം അവർക്കില്ലായിരുന്നു. അപ്പൊ പള്ളിയിൽ വരുമ്പോൾ നിങ്ങൾ സാധാരണ തൊഴിലിന് ഉപയോഗിക്കുന്ന, ജോലിക്ക് ഉപയോഗിക്കുന്ന, ജോലി സ്ഥലത്ത് ഉപയോഗിക്കുന്ന ആ വസ്ത്രമല്ലാതെ, മുഷിഞ്ഞതല്ലാതെ കുറച്ച് വൃത്തിയും നല്ലതുമുള്ളതൊന്ന് കരുതി വെച്ചുകൂടെ എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു. അത് അന്ന് ചോദിച്ചതാണ്. ഇന്ന് നമ്മൾക്കത് കൽപ്പിക്കാവുന്ന വിധം സമ്പന്നരും സൗകര്യമുള്ളവരുമാണ് നമ്മൾ. വെള്ളിയാഴ്ചക്ക് വേണ്ടി മാത്രമായിട്ട് ഉള്ളതിൽ നല്ല വസ്ത്രം കരുതി വെക്കുക, വൃത്തിയുള്ളത് കരുതി വെക്കുക. വെള്ളിയാഴ്ച പള്ളിയിൽ വരുമ്പോൾ ഏറ്റവും മോശമായി ധരിച്ചു വരാതിരിക്കുക. വെള്ളിയാഴ്ച എന്നല്ല, അല്ലാത്ത സമയത്തും. ഇപ്പൊ നമ്മൾ മറ്റു നമസ്കാരങ്ങളിലൊക്കെ പള്ളിയിൽ വരുന്ന ആളുകൾ ഒരു അശ്രദ്ധ കാണിക്കുന്നതാണ്, ഒരു വലിയ കുറ്റകൃത്യമൊന്നുമില്ലെങ്കിലും നമ്മൾ സാധാരണ വീട്ടിൽ അണിയുന്ന ലുങ്കിയും ഒരു ടീഷർട്ടും ഒക്കെ ഇട്ട് സാധാരണ മട്ടിൽ വരും. ഹറാമല്ല, പക്ഷെ അങ്ങനെയല്ലല്ലോ. പള്ളിയിലേക്ക് വരുമ്പോൾ മുഷിഞ്ഞ വസ്ത്രം ഒഴിവാക്കുക. സുബഹിക്കൊക്കെ പള്ളിയിൽ വരുന്ന പല ആളുകളും ആ രാത്രി കിടക്കാൻ ഉപയോഗിച്ച വസ്ത്രം തന്നെ ഉട്ട് പള്ളിയിൽ വരും ചിലരൊക്കെ. അതൊക്കെ ഒഴിവാക്കണം. അതൊക്കെ ഒഴിവാക്കി മാന്യമായിട്ട് വസ്ത്രം ധരിച്ച് തന്നെയാണ് പള്ളിയിൽ വരേണ്ടത്. അള്ളാഹുവിൻ്റെ മുമ്പിൽ നിൽക്കുമ്പോഴും ആ മര്യാദയൊക്കെ കാണിച്ചുകൊണ്ട് തന്നെയാണ് പള്ളിയിൽ വരേണ്ടത്. സുഗന്ധം ഉപയോഗിക്കാൻ കഴിയുന്നവർ അങ്ങനെ ഉപയോഗിക്കണം. കുളിച്ച് വൃത്തിയാകാൻ വേണ്ടി റസൂല് പറഞ്ഞു. ഇതാണ് വസ്ത്രത്തിന്റെ വിഷയം. ഇനി അതിൽ വേറൊരു സംഗതി, നമ്മളിപ്പോൾ പറയേണ്ട ഒരു സംഗതി, നമ്മളെ പല ആളുകളും ധരിക്കുന്ന വസ്ത്രം നിങ്ങൾ നോക്കുക, പ്രത്യേകിച്ച് യുവാക്കൾ. അതിൽ ചിത്രങ്ങൾ ഉണ്ടാകും, ചിഹ്നങ്ങൾ ഉണ്ടാകും, അടയാളങ്ങൾ ഉണ്ടാകും. ഇംഗ്ലീഷ് അക്ഷരമാലയിലെ കുറെ അക്ഷരങ്ങൾ അതിൽ അർത്ഥമുള്ളതും ഇല്ലാത്തതും എഴുതിയിട്ടുണ്ടാവും. എന്നല്ല, വളരെ ആഭാസമായ ചില തത്വങ്ങളൊക്കെ എഴുതി വെച്ചിട്ടുണ്ടാവും. അതൊക്കെ നെഞ്ചത്ത് എഴുതി പിടിപ്പിച്ചും പുറത്ത് എഴുതി പിടിപ്പിച്ചൊക്കെ പള്ളിയിൽ വന്ന് നമസ്കരിക്കും ആളുകൾ. നിങ്ങൾ ആലോചിച്ച് നോക്കൂ. അല്ലാഹുവിൻ്റെ റസൂൽ നമസ്കരിക്കാൻ നിൽക്കുമ്പോൾ ആയിഷാന്റെ വീട്ടിലാണ്, മുന്നിലൊരു ഒരു ഒരു വിരി വിരിച്ചിരുന്നു. അതിലൊരു ചിത്രം കണ്ടിട്ട് റസൂല പറഞ്ഞത്, അമീത്തി അന്നി, ആ ഇതങ്ങ് നീക്കി വെക്കുക. നമസ്കരിക്കുമ്പോൾ എൻ്റെ ശ്രദ്ധ അതിലേക്ക് തിരിഞ്ഞു പോകുന്നുണ്ട്, അത് മാറ്റി വെക്കണം എന്ന് പറഞ്ഞു. ഇത് നമ്മളുടെ മുന്നിൽ ചില ആളുകൾക്ക് നിന്ന് നമസ്കരിക്കുന്നത് കണ്ടാൽ നമുക്ക് നമസ്കാരത്തിന്റെ ശ്രദ്ധ പോകും. കാരണം എഴുതി വെച്ചിട്ടുണ്ട്, പല പരസ്യങ്ങളും പുറത്ത് എഴുതി വെച്ചിട്ടുണ്ട്, നെഞ്ചത്ത് എഴുതി വെച്ചിട്ടുണ്ടാവും. പല മൃഗങ്ങളുടെയും ജന്തുക്കളുടെയൊക്കെ ചിത്രങ്ങളൊക്കെ പേറി നടക്കുന്ന കുപ്പായിട്ടിട്ടാണ് പല ആളുകളും വരുന്നത്. കള്ളിയും കളമൊക്കെ വരച്ചു വെച്ചിട്ടുണ്ടാവും. പല രൂപത്തിലുള്ള ആഭാസങ്ങൾ ഉള്ളതുണ്ട്. ഒരു മാന്യതയും ഇല്ലാത്ത വേഷമുണ്ടാവും ചിലർക്ക്. ഇതൊക്കെ റസൂല് വിരോധിച്ച കാര്യങ്ങളാണ്. നമുക്ക് ശ്രദ്ധിക്കാവുന്ന കാര്യങ്ങളേ ഉള്ളൂ. ആ കാര്യങ്ങൾ റസൂൽ പറഞ്ഞത് ഒഴിവാക്കണമെന്ന് പറഞ്ഞാണ്. അപ്പോൾ നമ്മളത് ഒഴിവാക്കണം. ഇപ്പൊ ചിലപ്പോഴൊക്കെ നമ്മൾ നമസ്കരിക്കാൻ വിരിക്കുന്ന മുസല്ല നോക്കുക നിങ്ങൾ, അതിൽ തന്നെ ഇഷ്ടം പോലെ ചിത്രപ്പണികളുണ്ടാവും. നമ്മൾ നമസ്കരിക്കുമ്പോൾ ഏകാഗ്രമായി നിർവഹിക്കേണ്ട ആ ആരാധനയ്ക്ക് പള്ളിയിൽ നിറയെ മുസല്ലയിൽ തന്നെ ചിത്രപ്പണികൾ. ആ ചിത്രപ്പണികൾ വെച്ചിട്ട് അതിലേക്കാണ് നമ്മൾ തിരിഞ്ഞു നമസ്കരിക്കുന്നത്. നമ്മുടെ നമസ്കാരത്തിന്റെ ശ്രദ്ധ പോകുമെന്ന് ഉറപ്പാണല്ലോ. അപ്പൊ അതൊന്നുമില്ലാത്ത രീതിയിൽ മാന്യമായിരിക്കണം വസ്ത്രത്തിന്റെയും വേഷത്തിന്റെയും കാര്യമെന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നത്. വേറൊരു കാര്യം, വസ്ത്രവുമായിട്ട് ബന്ധപ്പെട്ട് തന്നെ ഈ നെര്യാണിക്ക് താഴെ, പുരുഷന്മാർ നെര്യാണിക്ക് താഴെ വസ്ത്രം താഴ്ത്തി ഇട്ടുകൊണ്ട് നമസ്കരിക്കാൻ പറ്റില്ല. നെര്യാണിക്ക് താഴെ അഹങ്കാരപൂർവം വസ്ത്രം ധരിക്കാനേ പറ്റില്ല. അള്ളാഹുവിന്റെ റസൂൽ അതിനെ പറ്റി പറഞ്ഞത്, ലാ യൻദുറുല്ലാഹു ഇലാ മൻ ജറ സൗബഹു ഖുയലാഹ. അഹങ്കാരത്തോടു കൂടി ആരെങ്കിലും തന്റെ വസ്ത്രം നെര്യാണിക്ക് താഴെ വലിച്ച് ഇഴക്കുന്നുവെങ്കിൽ, നെര്യാണിക്ക് താഴെ താഴ്ത്തിയിടുന്നുവെങ്കിൽ, ലാ യൻദുറുല്ലാഹു, അള്ളാഹു അവനെ കാരുണ്യത്തോടു കൂടി നോക്കില്ല എന്നാ. ആ അഹങ്കാരം അള്ളാഹുവിന് ഇഷ്ടമല്ല. നെര്യാണിക്ക് നേരെ വസ്ത്രം ധരിക്കണമെന്ന് തന്നെയാണ്. അഹങ്കാരപൂർവം ആരെങ്കിലും വസ്ത്രം നെര്യാണിക്ക് താഴെ വലിച്ചെടുക്കുന്നെങ്കിൽ, ഏത് വസ്ത്രമായാലും, തുണിയായാലും പാൻസായാലും ഷർട്ടായാലും, അത് കുറെ നീളത്തിലുള്ള കുപ്പായങ്ങൾ ഇടുന്നവരൊക്കെ ഉണ്ട്, അതും താഴ്ത്തി പോകുന്നതാണെങ്കിലും ശരി, അഹങ്കാരത്തോടു കൂടിയാണെങ്കിൽ അത് അള്ളാഹുവിന്റെ കാരുണ്യ കടാക്ഷം ലഭിക്കാത്തതാണ്. എന്നാൽ നമസ്കാരത്തിലോ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം, ഇന്നല്ലാഹ ലാ യഖ്ബലു സ്വലാത്ത റജുലിൻ
മുസ്ബിൽ നിസാർഹൂന, നെരിയാണിക്ക് താഴെ വസ്ത്രം താഴ്ത്തിയിട്ട് നമസ്കരിക്കുന്നവരുടെ നമസ്കാരം അള്ളാഹു സ്വീകരിക്കില്ല. എന്തിനാ നമ്മൾ നമസ്കരിക്കുന്നത്? നമുക്ക് ശ്രദ്ധിക്കാവുന്ന കാര്യങ്ങളാണ് അതൊക്കെ. ഈ കാര്യങ്ങളൊക്കെ നമസ്കാരത്തിന് വരുന്ന ആളുകൾ ഈ വസ്ത്രത്തിന്റെ കാര്യത്തിൽ ശ്രദ്ധിച്ചേ പറ്റൂ. ഇനി മറ്റൊരു കാര്യം കൂടി നോക്കൂ നിങ്ങൾ. തൊപ്പി ധരിക്കൽ. നമ്മൾ ആരും ഇപ്പോൾ തൊപ്പി ധരിക്കുന്നവരല്ല, വളരെ കുറച്ച് ആളുകൾ സ്വാഭാവികമായിട്ട് ധരിച്ചു പോകുന്ന ആളുകളാണ്. അവർക്ക് ധരിക്കാം, ധരിക്കാതിരിക്കാം, അതൊക്കെ മനുഷ്യന്റെ വ്യക്തി സ്വാതന്ത്ര്യത്തിന്റെ ഭാഗമാണ്. പക്ഷെ നിങ്ങൾ ചില പള്ളികളിലൊക്കെ, നമ്മുടെ നാട്ടിൽ ചില പള്ളികളിലൊക്കെ ചെന്നാൽ അവിടെ ഈ തൊപ്പി അട്ടിയായിട്ട് കൂട്ടി വെച്ചിട്ടുണ്ടാവും. നമ്മളത് ധരിക്കുന്നില്ലെങ്കിൽ ആ പള്ളിയിൽ കയറി നമസ്കരിക്കുമ്പോൾ നമ്മളത് ധരിക്കാതെ നമസ്കരിച്ചാൽ ആളുകൾ അത് വന്ന് തലയിൽ കമിഴ്ത്തി വെക്കും നമ്മൾ നമസ്കരിക്കുന്നതിൻ്റെ ഇടയിൽ. അതെന്തിനാ? നിസ്കാരം ശരിയാണെങ്കിൽ തല തൊപ്പി ധരിക്കണം എന്നാണ്, ഒരു നിയമവുമില്ല. അള്ളാഹുവിന്റെ റസൂൽ തല മറക്കാതെ നമസ്കരിച്ചിട്ടുണ്ട്. അറബികൾ സ്വാഭാവികമായിട്ട് തല മറക്കുന്നവരാണ്. എന്നിട്ടും റസൂൽ തല മറക്കാതെ, ഒരു സഹാബി നോക്കൂ നിങ്ങൾ, അദ്ദേഹം നമസ്കരിക്കാൻ നിൽക്കുമ്പോൾ അദ്ദേഹത്തിന്റെ തലയിൽ ഉണ്ടായിരുന്ന മുണ്ട് തട്ടെടുത്ത് ഹാങ്കർബിൽ ഇങ്ങനെ തൂക്കിയിട്ട് നിസ്കരിച്ചു. കൂടെ ഉണ്ടായിരുന്ന ഒരു താബി ഉണ്ടായിരുന്നു. എന്താ നിങ്ങൾ ഇങ്ങനെ നിസ്കരിക്കുന്നത് എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞ മറുപടി നോക്കൂ നിങ്ങൾ. നിന്നെപ്പോലെയുള്ള ജാഹിലുകൾ, വിവരമില്ലാത്ത ആളുകൾ ഇതൊന്ന് കണ്ട് മനസ്സിലാക്കാൻ വേണ്ടി തന്നെയാണ് ഞാനിത് ഹാങ്ങറിൽ തൂക്കിയിട്ട് നമസ്കരിക്കുന്നത്. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, റഅയ്തു നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം യുസല്ലി ഹാക്കദ, അള്ളാഹുവിന്റെ റസൂൽ ഇങ്ങനെ നമസ്കരിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പൊ അതൊരു സുന്നത്തോ പുണ്യകർമ്മോ അല്ല, അത് അയാളുടെ വ്യക്തി സ്വാതന്ത്ര്യമാണ്. സാധാരണ ധരിക്കുന്ന ഒരാൾക്ക് ധരിക്കാം, ധരിക്കാതിരിക്കാം. പക്ഷെ ഇതൊക്കെ പറയുന്നത് ഇസ്ലാമിന്റെ നിയമങ്ങൾ കൃത്യമായിട്ട് നമ്മൾ പാലിച്ചിരിക്കണം. നമസ്കാരത്തിന്റെ കാര്യത്തിൽ ചെറുതെന്ന് തോന്നുകയാണെങ്കിലും ഇത്തരം കാര്യങ്ങൾ വരുന്ന അശ്രദ്ധയും അറിവില്ലായ്മയും ഒക്കെ നമ്മൾക്ക് ആവശ്യമില്ലാത്ത ഭാരം ഉണ്ടാക്കും, വസ്വാസുകൾ ഉണ്ടാക്കും. അതൊക്കെ ഒഴിവാക്കി ശരിയായ രീതിയിൽ സൊല്ലു കമാറായിത്തുമൂനി ഉസല്ലി, ഞാൻ എങ്ങനെ നമസ്കരിച്ച് കണ്ടുവോ അങ്ങനെയാണ് നിങ്ങൾ നമസ്കരിക്കേണ്ടത് റസൂൽ പറഞ്ഞല്ലോ. ആ രീതിയിൽ തന്നെ നമസ്കരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കുക. സർവശക്തൻ നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. ഇത്തഖുല്ലാഹ ഇബാദല്ലാഹ്. അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണേ എന്ന് ഒരിക്കൽ കൂടി എല്ലാ ഓരോരുത്തരെയും ഓർമ്മിപ്പിക്കുകയാണ്. വെള്ളിയാഴ്ച ദിവസം ഇപ്പൊ നമ്മുടെ ഈ പള്ളി നോക്കുക നിങ്ങൾ, ഈ മുൻഭാഗമൊക്കെ ഒഴിഞ്ഞു കിടക്കുകയാണ്. മിമ്പറിൽ കയറുന്ന സമയത്ത് വളരെ കുറച്ച് ആളുകൾ അവിടെ ഉള്ളൂ. വളരെ ഗൗരവമായിട്ട് അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞൊരു കാര്യം, വിശുദ്ധ ഖുർആൻ പറഞ്ഞൊരു കാര്യത്തിൽ നമ്മൾ മാറിപ്പോകുന്നു. യാ അയ്യുഹല്ലദീന ആമനൂ, സത്യവിശ്വാസികളെ, ഇദാ നൂദിയ ലിസ്സലാത്തി മിൻ യൗമിൽ ജുമുഅത്തി, വെള്ളിയാഴ്ച ദിവസം നമസ്കാരത്തിന് ക്ഷണിച്ചാൽ ഫസ്അഉ ഇലാ ദിക്രില്ലാഹ്, അള്ളാഹുവിന്റെ ദിക്റിലേക്ക് നിങ്ങൾ വേഗത്തിൽ ശ്രമിച്ചുകൊണ്ട് അധ്വാനിച്ചുകൊണ്ട് വരിക. വേഗത്തിൽ നിങ്ങൾ വരണമെന്നാണ്. വദറുൽ ബൈഅ, കച്ചവട ഇടപാടുകളൊക്കെ ഒഴിവാക്കുകയും ചെയ്യുക. അതൊക്കെ ഒഴിവാക്കി വേഗം പള്ളിയിൽ എത്തണമെന്നാണ്. ഇവിടെ ഖുർആൻ ഉപയോഗിച്ചൊരു വാക്ക് ഇലാ ദിക്രില്ലാഹ്, അള്ളാഹുവിന്റെ സ്മരണയിലേക്ക് വേഗം വരൂ എന്നാണ്. രണ്ട് കാര്യങ്ങളാണ് അതിൽ ഉൾക്കൊള്ളുന്നത്. ഒന്ന് ഹുതുബയും രണ്ടാമത്തെ ജുമാ നമസ്കാരവുമാണ്. ഇത് രണ്ടും ദിക്റുള്ളയാണെന്നാണ് ആ ഖുർആൻ വ്യാഖ്യാതാക്കൾ അതിന് പറയുന്നത്. ഇതിലേക്ക് വളരെ നേരത്തെ വരണമെന്നാണ്. നോക്കൂ, ജുമാ കഴിയാൻ നേരത്ത് ഏതാണ്ട് ഹുതുബയൊക്കെ കഴിയും, അല്ലെങ്കിൽ രണ്ടാമത്തെ ഹുതുബയാകട്ടെ, അപ്പോഴേക്ക് പോകാം, നമസ്കാരം കിട്ടിയാൽ മതി എന്ന് ധരിക്കുന്നവരൊക്കെ ഉണ്ട്. ഇതൊന്നും ശരിയായ ധാരണയല്ല. വെള്ളിയാഴ്ച ദിവസം ഏറ്റവും നേരത്തെ ഒന്നാമത്തെ സൊഫിൽ വന്നിരിക്കണം, അടുത്ത സൊഫിലേക്ക് വരണം. അങ്ങനെ ക്രമമായി മുന്നിൽ അണിനിരന്നുകൊണ്ട് ഒന്നാമത്തെ സൊഫിൽ തന്നെ എത്തണം എന്ന പ്രാധാന്യം മനസ്സിലാക്കിക്കൊണ്ട് വളരെ നേരത്തെ പള്ളിയിൽ എത്തുകയാണ് ചെയ്യുന്നത്. നമ്മുടെ പള്ളിയിൽ സ്ഥിരമായി 12:40 ബാങ്ക് വിളിക്കുന്നു. ഒരു പ്രശ്നവുമില്ല എത്തിച്ചേരാൻ.
വളരെ നേരത്തെയാണ് ഇപ്പോൾ ശരിക്കും ബാങ്ക് വിളിക്കുന്ന സമയം തുടങ്ങുന്നത്. നമ്മൾ 12:40 ജുമാ തുടങ്ങുന്നത്. പക്ഷെ എന്നിട്ടും ആളുകൾ നോക്ക്, ഈ സമയത്ത് പോലും ആളുകൾ പള്ളിയിൽ വരികയാണ് ജുമാക്ക്. എന്താണ് ഇതിനർത്ഥം? ഒരു താല്പര്യവും ഇല്ലാതെ വരുന്നത് പോലെ അല്ല, നമ്മൾക്ക് വേണ്ടി നമ്മൾ ചെയ്യുന്ന, നമ്മളുടെ പരലോകത്തിന് വേണ്ടി ചെയ്യുന്ന ആരാധനയാണ്. ആ ആരാധന ഇത്ര ഉദാസീനമായി, അശ്രദ്ധമായി വിട്ടുകൂടാ. നമ്മളത് നേരത്തെ വരണം, പള്ളിയിലെത്തണം. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, പള്ളിയിൽ നേരത്തെ എത്തുന്ന ആളുകളുടെ പേരുകൾ എഴുതാൻ മലക്കുകൾ ഹാജരായിരിക്കും ആ പള്ളിയിൽ എന്നാണ്. ഇമാമ് മിമ്പറിൽ കയറുന്നതോടുകൂടി ആ ഏട് പൂട്ടി, ലെഡ്ജർ പൂട്ടി അവർ പോകും. അവർ ആ പണി നിർത്തും, അവർ ഖുത്ബ കേൾക്കും. പിന്നീട് നോക്ക്, വളരെ അലസമായി പള്ളിയിൽ വരുന്ന ആളുകൾ. നേരത്തെ വരാൻ കഴിയാഞ്ഞിട്ടല്ല, ബാക്കി എല്ലാ സദസ്സുകളും നമ്മൾ നേരത്തെ എത്തും. കല്യാണത്തിന് ക്ഷണിച്ചാൽ തലേന്ന് പോകും. നമ്മൾ ക്ഷണിച്ചതിന്റെ തലേ ദിവസം തന്നെ പോയി തുടങ്ങും നമ്മൾ കല്യാണത്തിന്. ബാക്കി ഏത് പരിപാടിക്ക് നമ്മൾ നേരത്തെ എത്തിപ്പോകും. ഇപ്പോൾ നമ്മുടെ SIR ജാഗ്രത നമ്മൾക്കൊക്കെ അറിയാലോ. എന്തൊരു ശ്രദ്ധയാണ് ആളുകൾക്ക്, എന്തൊരു ബേജാറാണ് നമ്മൾക്ക് ആളുകൾക്ക്. അത് പൂർത്തിയായിട്ടില്ലെങ്കിൽ എന്തെല്ലാം പ്രശ്നങ്ങൾ നമ്മൾ ആലോചിക്കുന്നു. സോഷ്യൽ മീഡിയ നിറഞ്ഞു നിൽക്കുന്നു. പക്ഷെ പള്ളിയിൽ വരാൻ ഒരു 5 മിനിറ്റ് ശ്രദ്ധിച്ചാൽ നടക്കുന്ന കാര്യമാണ്. അതിൽ മാത്രം നമ്മൾക്ക് വല്ലാത്ത അലസത. നമ്മുടെ ഈമാന്റെ പ്രശ്നം തന്നെയാണ്. ആ കാര്യം നമ്മൾ പരിഗണിക്കുക, ശ്രദ്ധിക്കുക. ബാങ്ക് വിളിക്കുന്നതിന് മുമ്പായിക്കൊണ്ട് പള്ളിയിലെത്തുക വെള്ളിയാഴ്ച ദിവസങ്ങളിൽ. അല്ലാത്ത നേരം വേറെ എത്തേണ്ടതുണ്ട്. ബാങ്ക് വിളിക്കുന്നതിന് മുമ്പായിക്കൊണ്ട് എല്ലാവരും പള്ളിയിലെത്തുക. ആർക്കും സാധിക്കുന്ന കാര്യമാണ്. ഒരു സാധിക്കാത്ത പ്രശ്നം വെള്ളിയാഴ്ച അതിനു വേണ്ടി മാറി നിൽക്കേണ്ടതുണ്ട്, ഒരുങ്ങി നിൽക്കേണ്ടതുണ്ട്, മുന്നിലേക്ക് കടന്നു വരികയും ചെയ്യണം. നമ്മുടെ സ്കൂൾ കോളേജിലൊക്കെ പഠിക്കുന്ന കുട്ടികളൊക്കെ അപ്സ്റ്റെയറിൽ കയറി ഇരുന്ന് അവരോട് ചോദിക്കുമ്പോൾ അവർ ഒഴിഞ്ഞിരിക്കുകയാണ്. അവിടെ നേരിട്ട് അവർ മേലോട്ടാ കയറുന്നത്. എന്താ ഇതൊക്കെ, ഇങ്ങനെയൊക്കെ മതിയോ നമ്മൾക്ക്? ആ കാര്യങ്ങളൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് നമ്മൾക്ക് പള്ളിയിൽ നേരത്തെ വരാൻ കഴിയണം, നിസ്കരിക്കാൻ കഴിയണം, പള്ളിയുടെ കാര്യങ്ങളൊക്കെ ഭംഗിയായിട്ട് നിർവഹിക്കാൻ നമ്മൾ കഴിയണം. ഈ കാര്യങ്ങളിൽ വീഴ്ച വരുന്നത് നമ്മൾക്ക് തന്നെയാണ് അതിൻ്റെ നഷ്ടം സംഭവിക്കുക, മറ്റാർക്കുമല്ല. ഫസ്അഉ ഇലാ ദിക്രില്ലാ, വളരെ നേരത്തെ ധൃതിയിൽ വെള്ളിയാഴ്ച അതിനു വേണ്ടി മാത്രമായി ഒരുങ്ങിയിരുന്ന് നമ്മൾ പള്ളിയിലെത്തുക. സ്ത്രീകളും ആ കാര്യത്തിൽ ശ്രദ്ധ പുലർത്തുക. പള്ളിയിൽ വന്നാൽ ഒരുപാട് കാര്യങ്ങൾ അവർക്ക് കിട്ടാനുണ്ട്. വിവരങ്ങൾ പഠിക്കാം, ജമാഅത്തായിട്ട് നമസ്കരിക്കാം, അതിൻ്റെയൊക്കെ പുണ്യം അവർക്ക് സമ്പാദിക്കാൻ കഴിയും. ആ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കുക. സർവശക്തനായ അള്ളാഹു അവൻ്റെ ദീനിൻ്റെ കാര്യങ്ങൾ വളരെ ശ്രദ്ധയോടുകൂടി ആത്മാർത്ഥമായി നിർവഹിക്കാൻ നമ്മൾക്കൊക്കെ തൗഫീഖ് ചെയ്ത് അനുഗ്രഹിക്കുമാറാവട്ടെ. നാഥ, ഞങ്ങളുടെ അടുക്കൽ വന്നു പോകുന്ന വീഴ്ചകൾ, അറിഞ്ഞും അറിയാതെയൊക്കെ സംഭവിക്കുന്ന പോരായ്മകൾ, ബോധപൂർവം സംഭവിക്കുന്നുമുണ്ട്. അതൊക്കെ പടച്ചവനെ നീ ഞങ്ങൾക്ക് പുറത്ത് മാപ്പാക്കി തന്നെ റബ്ബേ. പരലോകത്ത് നിന്റെ വിചാരണയെ നേരിടുന്ന ഘട്ടത്തിൽ, നിന്നെ അഭിമുഖീകരിക്കേണ്ടി വരുന്ന ഘട്ടത്തിൽ പ്രയാസമില്ലാതെ രക്ഷപ്പെടാവുന്ന, സ്വർഗ്ഗത്തിലെത്താവുന്ന ആളുകളുടെ കൂട്ടത്തിൽ നീ ഞങ്ങളെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ.